3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും എൻ്റെ പേര് ശിവദാസൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പല പല ഞെട്ടിക്കുന്ന സത്യങ്ങളും ലക്ഷ്മിപ്രിയയെ കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലക്ഷ്മിപ്രിയയുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സ്വയമേ വലിയ സംഭവം പോലെ നടക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ കുറിച്ച് കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. നമ്മുടെ പ്രവീൺ പ്രണവ് ഇഷ്യൂ ഒക്കെ അറിയാമല്ലോ. ആ സമയത്ത് അതിന്റെ ഇടയിൽ വലിഞ്ഞേറി ഇടപെട്ട് അവിടം കുളം തോണ്ടിയ ഒരു ടീമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഞൊഴഞ്ഞു കയറുന്ന ഒരു താല്പര്യ കക്ഷിക്കാണ് നമ്മുടെ ആ ഒരു ചേച്ചി. ആ ചേച്ചിയെ പറ്റിയിട്ടും ലക്ഷ്മിപ്രിയ ചേച്ചിയുമായിട്ടുള്ള കണക്ഷനും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താനായിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേച്ചി മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പല പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ വിളിച്ച് പറയുന്നതിന്റെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ചേച്ചിയും കൂടിയാണ് ചേച്ചി. സ്വയമേ മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ ഞാൻ ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കുറെ ഉണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാടുണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട്. ആദ്യം അതിനു മുന്നേ ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്ന കുറച്ച് വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടാണേ. 3 ദിവസം നില്ല 3 ദിവസത്തിൽ അവിടെ നിൽക്കട്ടെ. 3 ദിവസം അവിടെ നിൽക്കട്ടെ. സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ മറന്നു. അപ്പൊ ചേച്ചി പറ. 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയെന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, അതായത് അൻസിബ വന്നു, ലക്ഷ്മിപ്രിയ എടുത്ത് ചോദിച്ചു, മോളെ ചേച്ചി എന്തെങ്കിലും എന്നെ സഹായിക്കാനായിട്ട് ക്യാഷ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ 50,000 രൂപ ഞാൻ ക്യാഷ് ആയിട്ട് എടുത്ത് കൊടുത്തു. അപ്പൊ ക്യാഷ് ആയിട്ട് നിങ്ങൾ ഒരുപാട് രൂപ വീട്ടിൽ വച്ചിട്ടുണ്ടോ? ലക്ഷ്മിപ്രിയ അടുത്താണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ കണക്കിൽപ്പെടാത്തതോ കണക്കിൽപ്പെട്ടതോ ആയ പൈസ ഒരുപാട് ഇങ്ങനെ വീട്ടിൽ ക്യാഷ് ആയിട്ട് വെച്ചിരിക്കുമോ? അതിന് 50,000 നിസ്സാരമായിട്ട് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് ചോദിച്ചാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമായിട്ട് ചിലപ്പോൾ എടുത്ത് വീട്ടിൽ വെറുതെ ക്യാഷ് വെച്ചിരുന്നതാവാം. അല്ലെങ്കിൽ ഇത്രയും ഒരു 50,000 രൂപ ഒരാൾക്കെടുത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര രൂപ ബാക്കി ഉണ്ടായിരുന്നു? അങ്ങനെ കുറെ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ബാക്കി പറ. എന്തായാലും പൊട്ടത്തരത്തിന്റെ ഒരു ഘോഷയാത്ര വിളിച്ചു പറഞ്ഞ് സ്വന്തം കുഴി കുഴിച്ചിട്ട് മണ്ണിടുന്ന ചേച്ചിയാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി. പറ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എന്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ഭയങ്കര വിഷമമായിരുന്നു. ഒരു വർഷം പിന്നെ അൻസിബ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ആഹാരം ഒന്നും കഴിക്കത്തില്ല. ലക്ഷ്മിപ്രിയക്ക് ഞാൻ പൈസ തിരിച്ചു കൊടുത്തേ എന്നുള്ള ദുഃഖത്തിലായിരുന്നു. എന്റെ പൊന്ന് ചേച്ചി തള്ളി മറിക്കുമ്പോൾ മയത്തി തള്ളു. അവള് നിങ്ങളെന്ന് കാശ് മേടിച്ച് ആ കാശ് നിങ്ങൾ ചോദിച്ചപ്പോൾ തിരിച്ചു തന്നു. അതിലിനിയിപ്പോൾ എന്താ വിഷമം? തള്ളി അങ്ങ് മറിക്കുക. ഇമാതിരി തള്ളാൻ നിൽക്കല്ലേ എൻ്റെ പൊന്നട. എവിടെയെങ്കിലും പോയി ഇടിച്ച് മൂക്കുത്തന്നെ വീഴും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ കാശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനൊരു നോട്ട് വായിക്കാം. ഒരു വീഡിയോയിൽ ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്, കയ്യിലിരുന്ന കൂടുതൽ പണത്തിൽ നിന്നും 50,000 രൂപ അൻസിബയ്ക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കൊടുത്തു എന്ന്. അപ്പോൾ തന്നെ അവരുടെ കയ്യിൽ കണക്കില്ലാത്ത പണമുണ്ടെന്ന് സ്വയം സമ്മതിച്ചില്ലേ? 20,000 രൂപയാണെങ്കിൽ പോലും അക്കൗണ്ട് വഴിയല്ലേ കൊടുക്കാൻ പാടുള്ളൂ. ഇവർക്ക് കുഴി തോണ്ടുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇപ്പോൾ ഫിനാൻസോ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാശ് കാണും. ഓക്കെ, അതും കണക്കിൽപ്പെടാത്ത കാശല്ല, കാശ് കാണും, ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഈ പറയുന്നത് പോലെ 50,000 വന്ന് ചോദിച്ചുകൊണ്ട് എടുത്ത് കൊടുക്കാനായിട്ട് കാശുണ്ടെങ്കിൽ വീട്ടിൽ എത്രത്തോളം കാശ് വെച്ചിട്ടുണ്ട്? ഇതെല്ലാം കണക്കിൽപ്പെട്ടിട്ടുള്ള കാശ് തന്നെയാണോ? ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ ED റെയ്ഡ് അടക്കം ലക്ഷ്മിപ്രിയയുടെ വീട്ടിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും നോം കാണുന്ന സുഹൃത്തുക്കളെ. നല്ല കാര്യം. അടുത്ത് ലക്ഷ്മിപ്രിയക്കുള്ള കുഴി ലക്ഷ്മിപ്രിയ തന്നെ തോന്നുന്നുണ്ട്. ഇനി ഈ കാണുന്ന ഒരു ചേച്ചിയെ കണ്ടോ? അതാ ലക്ഷ്മിപ്രിയയുടെ കൂടെ കട്ടയ്ക്ക്, ഇത് മീഡിയയിൽ ബൈറ്റ് കൊടുക്കുന്ന സമയമാണ്. അൻസിബ വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത്, മീഡിയക്ക് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മിപ്രിയയുടെ കൂടെ കത്തി നിൽക്കുന്ന ഒരു ചേച്ചി, കണ്ണാടിയൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട് 2 മുടി ചിന്താമണി കൊലക്കേസിലെ സുരേഷ് ഗോപി പോലെ ഫ്രണ്ടിലോട്ടെടുത്ത് ഇട്ട് നിൽക്കുന്ന ഈ ചേച്ചിയെ പറ്റി നിങ്ങൾക്ക് അറിയാവോ? ഇല്ലെങ്കിൽ ഞാൻ അറിയിച്ചു തരാം. പ്രവീൺ പ്രണവിന്റെ കേസുണ്ടല്ലോ, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടം കയറി കുളം തോണ്ടിയ ഒരു ചേച്ചിയാണ് ഈ ചേച്ചി. എന്തായാലും ഈ ചേച്ചി ഒരുപാട് വലിയ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ചേച്ചിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിലെല്ലാം ചേച്ചി ഉണ്ട്. കട്ടയ്ക്ക് ഓരോരോ പ്രമുഖ വ്യക്തികളുടെ കൂട്ടത്തൊക്കെ കട്ടയ്ക്ക് നിപ്പുണ്ട് ചേച്ചി. കട്ടയ്ക്ക് നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാത്തിലും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ചേച്ചിയാണ് ഈ ചേച്ചി. അപ്പോൾ ഈ ചേച്ചി ഇതാ നിൽക്കുന്നു പാർട്ടിക്കാരന്മാരെ കൂടെയും അത്യാവശ്യം
പേരുള്ള വ്യക്തികളുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ഈ ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. അപ്പോൾ ചേച്ചിയെ കുറിച്ചിട്ട് നമുക്കറിയണ്ടേ, ചാണ്ടി ഉമ്മൻ്റെ കൂടെ നിൽപ്പുണ്ട്. കണ്ടല്ലോ കണ്ടേരക്കോ. അപ്പോൾ ഈ ചേച്ചി ആരാണെന്ന് നമുക്കറിയണ്ടേ. ഇത് ലക്ഷ്മിപ്രിയയുടെ നല്ല സപ്പോർട്ടറായിട്ടുള്ള ഒരു കൂട്ടുകാരിയാണ് ഈ ചേച്ചി. അപ്പോൾ ഈ ചേച്ചിയെ എന്തിനാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം. അതിലോട്ട് വരാം. ഓക്കെ, റൗണ്ട് ചെയ്ത അണ്ണന്മാരെയൊക്കെ നോക്കി വെച്ചോ. നമ്മുടെ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽപ്പുണ്ട്. ചേച്ചി കട്ടാക്കി. അപ്പോൾ ആരാണ് ഈ ചേച്ചി, എന്താണ് ഈ ചേച്ചി? അപ്പോൾ ഈ ചേച്ചിയാണ് ഈ ഒരുപാട് ആൾക്കാരോട് നിൽക്കുന്ന ഈ ചേച്ചി. അപ്പോൾ ഈ ചേച്ചിയാണ് ലക്ഷ്മിപ്രിയയുടെ ഒപ്പവും ഇവിടെ കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഈ കാണിച്ച ചേച്ചി, അതായത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ കൂടെ നിൽക്കുന്ന ഈ ചേച്ചി മനുഷ്യാവകാശത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് സ്വയമേ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഈ ചേച്ചിയാണ് ലക്ഷ്മിപ്രിയയുടെ കൂടെ ഉൾപ്പെടെ എല്ലാത്തിനും ബാക്ക് സപ്പോർട്ടായിട്ടുള്ളത്. ഓക്കെ, കാര്യം പിടികിട്ടിയില്ല. ഞാൻ ഇനി ആരാണ് ഈ ചേച്ചി, എന്താണ് ഈ ചേച്ചി, ഈ ചേച്ചിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന ഈ ചേച്ചിയെ പറ്റിയിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്ന ഒരു വോയിസ് ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യൂഷ്വൽ സൈക്കിളുടെ കയ്യിലാണ് ആ സാധനം വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ കാര്യങ്ങൾ വിശദമായിട്ട് ഇനി ഒന്ന് കേൾക്കാം. കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. അതായിരിക്കും അതിനുള്ള കൂടുതൽ ഒരു ക്ലാരിറ്റി. അപ്പോൾ കേൾക്കാം. എൻ്റെ പേര് ശിവദാസൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ മേലാറ്റൂർ സ്വദേശിയാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് പത്ര ഏജൻസിയും അതുപോലെ തന്നെ കല്യാണങ്ങളുടെ ഡെക്കറേഷൻ്റെ വർക്കൊക്കെയാണ്. പൊതു പ്രവർത്തന രംഗത്ത് പരിസ്ഥിതി, പുഴ സംരക്ഷണം, അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു പോരുന്ന ഒരാളും കൂടിയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊരു വാർത്ത കാണാനിടയായി. ഈ ലക്ഷ്മിപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശ തൃപ്പൂണിത്തറ എന്ന വ്യക്തിയും കൂടി ആ പേജിൽ എഴുതി കണ്ടു. ഈ ആശ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്നും ബഹ്റൈനിൽ അവരുടെ കസിൻ്റെ കെയർ ഓഫിൽ ബഹ്റൈൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് 4,60,000 രൂപ തട്ടിയെടുത്ത വ്യക്തിയാണ്. മാത്രമല്ല, എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകനെ റിസൈൻ ചെയ്യിക്കുകയും അവസാനം ഇവിടെ ജോലിയുമില്ല, വിദേശത്ത് പോവുകയും ചെയ്തില്ല. നമ്മുടെ 4,60,000 രൂപ നഷ്ടപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിൽ FIR-ഉം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു എന്ന വ്യക്തിയിൽ നിന്നും 1.5 ലക്ഷം രൂപയും ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. അതിലും FIR ഉണ്ട്. മണ്ണാർക്കാട് സ്റ്റേഷനിൽ FIR ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം ഞാൻ എറണാകുളത്ത് വെച്ച് നടത്തുകയും ആ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നത്. ഇവരാരും പരാതികൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ചില പരാതികൾ കൊടുത്തത് പോലീസ് സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലും ഒത്തുതീർപ്പാക്കി വിടുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് ആദ്യമായിട്ടൊരു കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട് രംഗത്ത് വന്നിട്ടുള്ളത്, ഞങ്ങളെയും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പല വോയിസുകളും നമുക്ക് പല ആളുകളും അയച്ചു തന്നത്. ഈ പറയുന്ന ആശ അതീവ രഹസ്യമായിട്ടുള്ള FSL-ലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസ് കാര്യങ്ങൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ KSFE-യുടെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള വോയിസ് റെക്കോർഡുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്നാണ് ഇത് ഈ ലക്ഷ്മിപ്രിയയുമായുള്ള ഒരു ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ KSFE-യിലേക്ക് ഇവർ വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും
അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഒന്നുമല്ല, ഇവരൊരു തട്ടിപ്പുകാരിയാണ്, എന്നെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഇവർ പോലും പോയി ചാടരുത് എന്ന ഒരു ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു. പക്ഷേ അന്ന് അവർ നമ്മളോട് നേരെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ തലയിൽ നിന്നും ഉദിച്ചു വന്നതാണ് എന്ന് നമ്മളൊക്കെ സംശയിക്കുകയാണ്. കാരണം പല വീഡിയോകളിലും പല പോലീസ് ഓഫീസേഴ്സിൻ്റെ ഓഫീസുകളിൽ ചെന്ന് അവരോട് സംസാരിച്ച് പുറത്തിറങ്ങുന്നത് വീഡിയോ എടുത്ത് ചാനലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കണക്ഷൻ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അന്ന് ഞാനതിനെ കണ്ടത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരും ഇവരുടെ ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭാ സാമാജികരുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടുകയും വളരെ ചെറിയ സമയം കൊണ്ട് പ്രതിപക്ഷത്തുള്ള മുഴുവൻ ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടും ഭരണപക്ഷത്തുള്ള ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടും ഇതെല്ലാം ഫേസ്ബുക്കിൽ കൊടുന്ന് തള്ളുന്നൊരവസ്ഥയും കണ്ടു. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ഇവർക്ക് തട്ടിപ്പുകൾ നടത്താൻ, എനിക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ബന്ധമുണ്ട് എന്ന് മറ്റു ജനങ്ങളെ അറിയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ടാൽ പൈസ നഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചതിക്കപ്പെട്ട ആളുകൾ ഇവരോടൊന്നും ഫൈറ്റിങ്ങിന് പോവാതെ, കാരണം ഇവർക്കൊക്കെ വലിയ വലിയ ബന്ധങ്ങളുള്ളതാണ്, നമ്മളതിൻ്റെ പിന്നാലെ പോയി നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്ന ധാരണ ഇന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല തട്ടിക്കൂട്ട് സംഘടനകളുടെയും അല്ലെങ്കിൽ ഇതുപോലെ തട്ടിപ്പുകൾ നടത്തുന്ന മനുഷ്യാവകാശ സംഘടനകളും അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നുപോലുള്ള സംഘടനകളിൽ നിന്നെല്ലാം കാശ് കൊടുത്തും അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാധനങ്ങൾ കൊടുത്തൊക്കെ ഇവർ അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഇതെല്ലാം ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു രീതിയിലൂടെയാണ് ഇവരെല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ തെളിവുകൾ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരും ആവശ്യമെങ്കിൽ കോടതിയിലും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ ഇവരുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. ബ്ലാങ്ക് പേപ്പറിൽ കയ്യൊപ്പ് മേടിക്കുകയും അതുപോലെ തന്നെ ഓരോ ആളുകളെ അവരെ പറഞ്ഞു പറ്റിച്ച് പല രീതിയിലുള്ള ചൂഷണങ്ങളും നടത്തിയതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ കൂടി ആണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്കറിയാം, യൂട്യൂബറായിട്ടുള്ള പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇവർ ഇടപെട്ടുകൊണ്ട് കാട്ടിയ ചീറ്റിംഗ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ കാണാനിടണ്ടായി, ഒരു മുഖം മറിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇവളെ ഞാൻ എൻ്റെ മകളെ പോലെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ച ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് ആ കൂട്ടുപിടിക്കപ്പെട്ട ആ സ്ത്രീ അല്ലെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടി ഇന്ന് എവിടെയാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഉണ്ട് ഒരു സ്ത്രീയും അവരെ കുട്ടികളും മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെ ഞാൻ അഭയമന്ദിരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോയിസുകൾ ഗ്രൂപ്പുകളിൽ കെട്ടിയിരുന്നു. ആ പെൺകുട്ടി ഇന്ന് എവിടെയാണ് എന്നെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് സത്യാവസ്ഥകൾ കണ്ടെത്തേണ്ടതുണ്ട്. നിയമാനുസരണം ആണോ
ഇവരുടെ ഒരു ഓഫീസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് താഴെ പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഓഫീസിൽ നിന്നും ആളുകൾക്ക് വിളിക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസിൽ നിന്നാണ് എന്നാണ് ഇവർ പറയുന്നത്. അത്തരം വോയിസ് റെക്കോർഡുകളും നമ്മുടെ കയ്യിലുണ്ട്. സത്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ്. ഇവർക്ക് ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ പല വീഡിയോകളും പറയുന്നത് കാണാം, അത് ഞങ്ങളുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? നാട്ടിൽ നടക്കുന്ന കേസുകളിൽ പോയി ഇടപെട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ എതിർകക്ഷിയെ ഭീഷണിപ്പെടുത്താനൊക്കെ എന്ത് അധികാരമാണുള്ളത്? ഫോക്സോ കേസുകളിൽ പോയി ഇടപെടുക, എന്നിട്ട് ആദ്യം അവരെ കൂടെ നിന്ന് അവരെ അടുത്തു നിന്നുള്ള പരമാവധി വിവരങ്ങൾ എടുത്ത് എതിർ കക്ഷിയിലേക്ക് ചോർത്തി കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മാരക വിഷം നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് നിയമ പോരാട്ടം നടത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവർ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്ത് വന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട കുടുംബത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവം വരെ ഉണ്ട്. അന്ന് അവർ വന്നിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജഡ്ജാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് എന്നുള്ളതാണ് ആ പരാതിക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അന്ന് ഇവർ അവിടെ ചെന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ പത്രത്തിൽ വാർത്തയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല വോയിസുകളിലും ഇവർ പറയുന്നത് കാണാം, ഞാൻ ഹൈക്കോടതി GP-യുടെ കൂടെ 7 വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണത്. അവിടെ ഏതാനും ദിവസങ്ങൾ അടിച്ചു വാരുന്നൊരു ജോലിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം നിന്ന ഒരു വ്യക്തി ഒരു പ്രമുഖ അഭിഭാഷകനോട് വിളിച്ച് സംസാരിക്കുന്ന വോയിസിൽ പറയുന്നു, ഞാൻ 7 വർഷം ഹൈക്കോടതിയിലെ GP-യുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ മാത്രം കൈമുതലാക്കിയ, മനുഷ്യനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതിൽ ഡിഗ്രി എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇങ്ങനെ പല തട്ടിപ്പുകളും വെട്ടിപ്പും നടത്തിയിട്ടുള്ള ഒരാളാണ് ആശാ തൃപ്പൂണിത്തറ എന്ന ആരോപണവുമായാണ് ഈ വ്യക്തി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പകളും നടത്തുന്ന ആൾക്കാർ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇന്ന് ഞാനിത് എക്സ്പോസ് ചെയ്തു. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലത്തെ ആളുകൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇവിടെ നടക്കുന്നുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കാനും ഇവിടുത്തെ നിയമത്തിന് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു നിസ്സഹായമായ അവസ്ഥ. ലക്ഷ്മിപ്രിയയുടെ ഒപ്പം ആ ഒരു എന്തു പറയാൻ, മീഡിയ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് കൂടെ പുറകെ നിൽപ്പുണ്ട്. ലക്ഷ്മിപ്രിയയ്ക്ക് കുരുട്ടുബുദ്ധിയും എല്ലാ വിട്ടിത്തനവും പറഞ്ഞു കൊടുക്കുന്നതും ഈ സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശാ തറയാണ്. ഓക്കെ, അപ്പോൾ ഈ ഈ ചേച്ചിയാണ് ഈ ലക്ഷ്മിപ്രിയക്ക് തറ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നതും. ലക്ഷ്മിപ്രിയ വന്നു എല്ലാം ഈ പറയുന്ന ഇന്റർവ്യൂവിലായാലും സോഷ്യൽ മീഡിയയിലും വിളിച്ചു പറഞ്ഞ് പണി എരന്ന് വാങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൊള്ളാം, ലക്ഷ്മിപ്രിയയ്ക്ക് പറ്റിയ സുഹൃത്താണ്. പിന്നെ അതുപോലെ തന്നെ പല തട്ടിപ്പും വെട്ടിപ്പും കേസുകളിലെ ഒരു പ്രതിയും കൂടിയാണ്. FIR ഉൾപ്പെടെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ആശാ തൃപ്പൂണിത്തറ. അത് വച്ച് നോക്കുമ്പോൾ ലക്ഷ്മിപ്രിയ ചേച്ചിയും 20 ലക്ഷം ഒരു പ്രൊഡ്യൂസറിന് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു കേസ് കോടതിയിൽ കിടക്കുന്നുണ്ട്. അതിന്റെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആൾക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് നിന്ന് നടത്തുന്ന ഒരു വൻ ഗൂഢാലോചനയും വെട്ടിപ്പുമാണ്. അതിന് ഇരയാക്കപ്പെടുന്നത് നമ്മുടെ പ്രിയ അൻസിബ ഹസൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻസിബ ഇവിടെ കരിവാരി തേച്ചുകൊണ്ട് പല കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പകളും നടത്താൻ വേണ്ടിയിട്ട് പലരും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു വാസ്തവമായ സത്യം. എന്തായാലും ഇതിനെല്ലാം ഒരു തിരിച്ചടി കിട്ടട്ടെ, സത്യം പുറത്തു വരട്ടെ. ഈ ആശാ തൃപ്പൂണിത്തറയെ പോലെയുള്ള വ്യക്തികളെ എക്സ്പോസ് ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരത്തി എന്ന രീതിയിൽ നമ്മുടെയും നിങ്ങളുടെയും കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം ആളുകൾ ഈ സമൂഹത്തിന് ആപത്ത് മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ. ലക്ഷങ്ങളും കോടികളും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഉണ്ടാക്കുന്നു.
കേസ് വരേണ്ട. എന്നിട്ട് എന്തുകൊണ്ട് ഇവരൊക്കെ വീണ്ടും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു? തട്ടിപ്പും വെട്ടിപ്പിലൂടെ കോടികളും കാശുകൾ വീണ്ടും സമ്പാദിക്കുന്നു. ഈ കേസുകൾക്ക് അതിൽ നിന്ന് കുറച്ച് ശതമാനം എടുത്ത് ചെലവാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. വെൺവാണിമ അടക്കം പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് ഉന്നയിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, സൂക്ഷിക്കുക. ലക്ഷ്മിപ്രിയയ്ക്ക് ഇപ്പോൾ എല്ലാ കുരുട്ട് ഐഡിയയും പറഞ്ഞു കൊടുക്കുന്ന ഈ സ്ത്രീയാണെന്നുള്ളത് വാസ്തവമാണ്. കാരണം ലക്ഷ്മിപ്രിയയുടെ ഒപ്പം മീഡിയയുടെ ബാക്കിൽ ഈ സ്ത്രീ നിൽപ്പുണ്ട്. ഇവർ തമ്മിലുള്ള കണക്ഷൻസ് വേറെ രീതിയിലൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകളെല്ലാം പുറത്തു കൊണ്ടുവരും. എത്ര മേളിൽ കയറിയൊന്ന് കൊടി കുത്തിയാലും താഴേക്ക് കൊണ്ടുവരും, താഴേക്ക് കൊണ്ടുവന്നിരിക്കും. ചിറക് വെട്ടി അരിയേണ്ട സാധനത്തിന്റെ ചിറക് വെട്ടി അരിയും. അതുകൊണ്ട് നമുക്കൊക്കെ എതിരെ എന്തായാലും ഭീഷണികളും നമ്മളെയൊക്കെ വാടപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാക്കുമെന്നുള്ള വാസ്തവം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊക്കെ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങൾ പ്രതികരിക്കുക. സത്യത്തിനൊപ്പം സത്യത്തിന് വേണ്ടി മാത്രം ന്യായം സത്യം ജയിക്കുമെന്നുള്ള വിശ്വാസത്തു കൂടി ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ.